സോ ഇന്ന് ബേപ്പൂര് ഒരു സംഭവം നടന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ അല്ലെ വിദ്യാർത്ഥികളാന്ന് തോന്നുന്നു. വിദ്യാർത്ഥികൾ പറയാൻ കുറച്ച് വലുപ്പമുണ്ട്. സോ ഒരാള് വിദ്യാർത്ഥി എന്തോ ആണ് തോന്നുന്നു, ചെറിയ പ്രായമുള്ള ആളാണ്. സോ 3 പേര് ട്രിപ്പിള് വെച്ച് വന്നതിന് പോലീസുകാർ ഒരാളുടെ കൈ തല്ലി ഓടിക്കുക, തലയ്ക്ക് പട്ടിക വെച്ചിട്ട് അടിക്കുന്ന ഒരു സംഭവം ഇന്ന് ബേപ്പൂർ ഉണ്ടായിട്ടുണ്ട്. സോ ഇത് ആരൊക്കെ അറിഞ്ഞു? ന്യൂസ് ചാനലിൽ തന്നെ വന്നതാണ്. സോ എല്ലാ ന്യൂസ് ചാനലിലും വന്നോ എന്ന് എനിക്കറിയില്ല. സോ ഇതിനെക്കുറിച്ചൊന്നും ആരും റിയാക്ട് ചെയ്യണമെന്ന് ഞാൻ കണ്ടില്ല. സോ ഇതൊരു റിയാക്ട് ചെയ്യപ്പെടേണ്ട സംഭവം തന്നെയാണ്. സോ നമ്മളെ സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ സംഭവങ്ങളാണ് എത്തേണ്ടത്. സോ ഒരു തെറ്റ് ചെയ്തു, സോ അത് ചെറിയ തെറ്റാണ്, അതിനൊരു ഫൈനോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ശിക്ഷയെ കൊടുത്ത് വിടേണ്ടതിന് പകരം പട്ടിക വെച്ച് തലയ്ക്കടിക്കുന്ന രീതിയിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു പെരുമാറ്റം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കണ്ടേ? സോ ഇതിൽ പ്രതികരിക്കാതെ പിന്നെ ഏതിലാണ് നമ്മൾ പോയി പ്രതികരിക്കേണ്ടത്? സോ വല്ലവൻ്റെ കുടുംബ വിഷയത്തിലോ? സോ കുടുംബ വിഷയത്തിലൊക്കെ പോയി പ്രതികരിച്ചിട്ട് എന്താ കാര്യം? അത് തീർക്കാൻ അവർക്ക് അറിയില്ലേ? സോ ഇതിലിപ്പോൾ കേസായിട്ടുണ്ട്. സോ കേസ് ഏതുവരെ പോകും നമുക്കറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അവിടുത്തെ ആൾക്കാർക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. സോ പരാതി ഏതുവരെ പോകുന്നതാണ് നോക്കേണ്ടത്. സോ ഇതിൻ്റെ ഒരു ചെറിയൊരു 3 മിനിറ്റിൻ്റെ ഒരു ന്യൂസ് ഉണ്ട്. സോ ഇവൻ കാര്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. സോ നിങ്ങൾ ഈ സൈഡിൽ അത് കാണും. ഓക്കെ, സോ നമുക്ക് അതൊന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. സോ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കത് കണ്ടിട്ട് ബാക്കി നോക്കാം. കോഴിക്കോട്ടെ യുവാവിനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. ബേപ്പൂർ സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത്. ഇരുചക്ര വാഹനത്തിൽ 3 പേർ സഞ്ചരിച്ചതിന്റെ പേരിലായിരുന്നു മർദ്ദനം. സംഭവത്തിൽ DCP റിപ്പോർട്ട് തേടി. ബേപ്പൂർ സ്വദേശിയായ അനന്തുവിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. എന്താ സംഭവിച്ചത് ഇന്നലെ? ഈ ബൈക്കിൽ 3 പേര് യാത്ര ചെയ്തു എന്നതാണോ പ്രശ്നം? ബൈക്കിൽ 3 ആള് വന്ന് അപ്പം കൂടെ അവിടെ നിർത്തി കൊടുത്തതാണ്. എൻ്റെ വണ്ടി തന്നെയാണ്. അപ്പം ഞാൻ അവിടെ നിർത്തി കൊടുത്ത് പോലീസുകാരെടുത്ത് നിന്ന് അപ്പോൾ കൂടെയുള്ള ചെക്കനെ വണ്ടിയിലേക്ക് ജീപ്പിലേക്ക് പിടിച്ച് കയറ്റി. അപ്പോൾ ആ കൂടെയുള്ള ചെറിയൊരു ചെക്കൻ ഉണ്ടായിരുന്നു കൂടെ, അനിയൻ്റെ ഒരാൾ ഓന് ഓടി പേടിച്ചിട്ട്. അപ്പോൾ സാറ് പറഞ്ഞ് ഞാൻ ഓനെയും കൊണ്ട് പോവാണ്, ഈ വണ്ടി ഓനുമായിട്ട് വന്നാലേ ഓനെ വിട്ടുതരുള്ളൂ പറഞ്ഞ്. ഞാനപ്പോഴത്തെ ഓനെ തപ്പാൻ വേണ്ടി പോയി. അപ്പോൾ ചെക്കനെ ഓനെ തപ്പാൻ വേണ്ടി പോയി. ഓൻ പിന്നെ കരഞ്ഞിട്ട് ഓൻ വരണില്ല. അപ്പോൾ ട്രിപ്പിൾ എടുത്ത കേസാണല്ലോ. അപ്പോൾ സാറിൻ്റെ അടുത്ത് പോയി പറയാച്ചിട്ട് ഞാൻ സാറേ ട്രിപ്പിൾ എടുത്തതല്ലേ, ഫൈന് അടയ്ക്കാന്നുള്ളതിന് ഞാൻ അവിടെ പോയി സ്റ്റേഷനിൽ പോയി പറയാൻ പോയപ്പം സാറ് പറഞ്ഞ് നീ വണ്ടിയായിട്ട് വാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കി. അതുവരെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, കേസൊന്നും ആക്കല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പോലും പറഞ്ഞ് ഈ അവിടെ നിൽക്കിപ്പോൾ വരാറിന് ഒരു വടി എടുത്ത് വന്നിട്ട് എന്നെ അടിക്കുകയാണ് ചെയ്തത്. തലക്കും മേത്തും കയ്യിലും, ഈ കൈ അടിച്ച് പൊട്ടണ വരെ ഈ കൈക്ക് അടിക്കുകയാണ് ചെയ്തത്. ഇവിടെ അടിച്ചത് അവിടെ അടിച്ചത്, അതിൻ്റെ ബാക്കിയത് അങ്ങോട്ടുണ്ട്, കഴുത്തിൻ്റെ അവിടെ, തലേൻ്റെ ബാക്കിൽ ഉപയോഗിച്ച് അടിച്ചോ? പട്ടിക വെച്ചിട്ട് അടിക്കരുത്. ആ മൂക്കിൻ്റെ അവിടെ അത് വേറൊരു പോലീസുകാർ 3-4 പോലീസുകാർ കൂടിയിട്ട് തന്നെ അടിക്കണേ. ആ സാറിന് ഉപയോഗിച്ച് ആരാ അടിച്ചത്? പട്ടിക ഉപയോഗിച്ചിട്ട് അടിച്ചത് അവിടുത്തെ SI ആണ്. ആ ഒരു മെരിഞ്ഞുള്ള പുതിയതായിട്ട് വന്ന സാറാണ്. ആ സാറാണ് എന്നെ പട്ടിക വെച്ച് അടിച്ച സാറാ. കുറേ പോലീസുകാർ എന്നിട്ട് പിടിച്ചേക്കാൻ നോക്കി, പിടിച്ചു വെച്ചിട്ട് പിന്നെ ആ സാറ് വന്നിട്ട് പിന്നെ വന്ന് അടിക്കുകയും എന്തോ ഒരു ദേഷ്യമുള്ള മാതിരി വന്ന് ഇങ്ങനെ അടിച്ചു പോയതേന്. തലക്ക് അടിച്ചപ്പോഴത്തേക്ക് ഓർക്ക് മനസ്സിലായിട്ടുണ്ട് ബോധം പോകുന്നുള്ള. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ആ സാറിനെ പിടിച്ചോണ്ട് പിന്നെയും ആ സാറ് പട്ടികയായിട്ട് വന്നിട്ട് പിന്നെയും അടിക്കുക ചെയ്ത്. ആർക്കാ പരാതി കൊടുത്ത്? പോലീസ് കംപ്ലൈൻറ്റ് സെല്ല്, പിന്നെ മുഖ്യമന്ത്രി, ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി, പിന്നെ നമ്മുടെ CP സിറ്റി പോലീസ് കമ്മീഷണർ പരാതി കൊടുക്കാൻ. സാർ അടിച്ചതിനല്ല, ഇനി ഒരു പബ്ലിക് ന്യൂസൻസ് ആയ കാര്യം ചെയ്ത് കണി ശിക്ഷിക്കണം. ഇവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വയലന്റ് ആയി എന്ന് വിചാരിച്ചാൽ ഒന്നെങ്കിൽ ഹാൻഡ് ക്യാപ്പ് വെച്ചിട്ട് അവിടെ പിടിച്ചു വെച്ചിട്ട് വീട്ടുകാരെല്ലാം അറിയിക്കണ്ടേ? പ്രൊഫഷണൽ SIയുടെ നേതൃത്വത്തിൽ ബാക്കിയുള്ള പോലീസുകാർ മർദ്ദിച്ചു എന്നാണ് പരാതി. വിഷയത്തിൽ ഏതായാലും DCP റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. SCPയോട് അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടത്. സോ എന്താണ് ശരിക്കും സംഭവിച്ചെന്നുള്ളത് ശരിക്കും അന്വേഷിക്കണം. സോ ഇതിലിപ്പോൾ ഇവൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. സോ ഇനി ആ പോലീസുകാരൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളൂടി നമ്മൾ കേട്ടാലേ നമുക്കതിലുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ എന്തുകൊണ്ട് മർദ്ദിച്ചു? എനിക്ക് തോന്നുന്നു പോലീസുകാരൻ്റെ ഭാഗത്ത് നല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം അല്ലാതെ ഇവൻ്റെ കൈ ഇങ്ങനെ ഒടിയില്ലല്ലോ. ഇതൊരു കള്ളക്കേസൊന്നും ആവാനുള്ള ചാൻസ് ഒന്നുമില്ല. കാരണം പോലീസ് പരാതി കൊടുക്കേണ്ടത് പോലീസിന് തന്നെയല്ലേ. സോ ആ SI എന്ന് പറയുന്ന ആൾ പുതിയ ആളാണ്. പുതിയ ആൾക്കെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത്.
സോ എല്ലാവരും തെറ്റ് ചെയ്യാത്തതായിട്ട് ആരും ഇല്ല. സോ ഇവർ ത്രിബിൾ വെച്ചതിനാണ് ഇവരെ പിടിച്ചത്. ഓക്കെ, സോ ത്രിബിൾ വെച്ചതിന് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 1000 രൂപ ഫൈൻ ഉണ്ടാവും. 1000 രൂപ ഫൈൻ അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. സോ ഈ 1000 രൂപ ഫൈൻ അടച്ചാൽ തീരാവുന്ന പ്രശ്നത്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്ത് കൂട്ടിയത്. ഇത് ചെറിയൊരു കാര്യമല്ല. കൈ തല്ലി ഒടിക്കുക, തലയ്ക്കടിക്കുക. ഈ തലയ്ക്കൊക്കെ അടിക്കുമ്പോൾ അവന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആരും ഉത്തരവാദിത്തം പറയും? ആർക്ക് പോവും? വീട്ടുകാർക്ക് പോവും? പോലീസുകാർക്ക് എന്തെങ്കിലും പറ്റുമോ? ഇല്ല. ആ കേസ് എങ്ങനെയെങ്കിലൊക്കെ ഒത്തുതീർപ്പായിട്ട് പോവും. സോ ഇവർ പോലീസുകാർ ഭീഷണിപ്പെടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ കേസായിട്ട് പോവും. സോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണത്. സോ ഇതിന് നല്ലതായിട്ടുള്ള നടപടി തന്നെ വേണം. അല്ലാതെ എന്താണ് ഇത് വെറുതെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ഒരു ട്രിപ്പിൾ വെച്ചു എന്ന് പറഞ്ഞതിന് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓരോരുത്തർ കിടന്ന് പീഡിപ്പിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും അവരെ മേലെ നിന്ന് എടുക്കുന്നില്ലല്ലോ ഒരു പോലീസുകാരും. സോ അവരെയൊക്കെ നല്ല പോലെ എന്താണ് VIP ലെവലിലൊക്കെ കൊണ്ടുപോയി നല്ല ഫുഡൊക്കെ അടിച്ച് കയറ്റാൻ നല്ല പോലെ ജയിലിൽ കൊണ്ടുപോകണം. സോ മെലിഞ്ഞ് ഒട്ടിപ്പോയമാർ തടിച്ച് കൊഴുത്തിട്ടാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നത്, ജയിലിൻ്റെ അകത്തുനിന്ന്. 3 നേരം നല്ല സുവിഷ്ടമായ ഫുഡ്. ഇതൊന്നും അവരുടെ അടുത്ത് ചെയ്യാൻ വയ്യ. സാധാരണക്കാരുടെ അടുത്ത് മെക്കട്ടെ എങ്ങനെ വേണമെങ്കിലും കയറാരോ. സോ ആ SIനെ പോലീസുകാർ പിടിച്ചു വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും വന്ന് അടിച്ചു. സോ ഇത് എന്തിൻ്റെ ഇതിൽ? സോ ഇവനെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പുതിയതായിട്ട് വന്ന ഒരാളാണ്. സോ ഇവരൊന്നും അറിയാനുള്ള ചാൻസൊക്കെ വളരെ സാധ്യത കുറവാണ്. സോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇതിൽ SIൻ്റെ ഭാഗത്തുള്ള ന്യായം കൂടി കേൾക്കണം. സോ DCP ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലോ, എന്താണെന്നുള്ളത് പുറത്ത് വരട്ടെ. സോ കൈ ഒടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ക്രൂവലായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. സോ വെറുതെ ഒരാളുടെ കൈയും കാലും തല്ലി ഓടിക്കാനൊന്നും ഇവിടുത്തെ ആർക്കും അധികാരം ആരും കൊടുത്തിട്ടില്ല. ഈവൻ പോലീസുകാർക്ക് പോലും ആരുടെയും കൈയും കാലും തല്ലി ഓടിക്കാനൊന്നും ഇത് കൊടുത്തിട്ടില്ല. സോ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേസാക്കുക, അകത്തിടുക. അത്രേ അവർക്കുള്ള അധികാരമുള്ളൂ. അല്ലാതെ ഒരാളുടെ മേൽ കൈ വെക്കാനുള്ള അധികാരമുണ്ട്. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൈ വെക്കാനുള്ളതുണ്ട്. ഓക്കെ, കൈ തല്ലി ഒടിക്കുക, അതേപോലെ തന്നെ ഗുരുതരമായിട്ട് പരിക്കേൽപ്പിക്കാനുള്ള അധികാരമൊന്നുമില്ല. അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്താ പറയുക? സോ ഇവൻ വല്ല MDMA കഞ്ചാവൊക്കെ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊക്കെ ചെയ്തത് ഓക്കെ. ഇത് എന്തെന്ന് വെറുതെ ആൾക്കാർ എങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലാണ് പോവും? സോ ഇത് ഒരാളെ നമ്മൾ പറയുകയാണ് കേട്ടോ. സോ ബേപ്പൂർ സ്റ്റേഷനിലെ SI, ബേപ്പൂർ സ്റ്റേഷൻ എന്നല്ല, ഏത് സ്റ്റേഷൻ, ഈ നടന്ന സംഭവത്തുള്ള സ്റ്റേഷൻ കേട്ടോ. ബേപ്പൂർ സ്റ്റേഷനിലാണോ അതെനിക്ക് കറക്റ്റ് അറിയില്ല. സോ ഏത് സ്റ്റേഷനിലാണ് ആ സ്റ്റേഷനിലെ SI ഈ തല്ലിയ SI കേട്ടോ. ഈ തല്ലിയ SIനെയാണ് ഞാനീ പറയുന്നത്. സോ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കറക്റ്റായിട്ട്. അവർക്ക് ഒരു ഫൈൻ അടിച്ച് വിടേണ്ട സംഭവത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവൻ്റെ ഭാഗത്ത് മാത്രമുള്ളതാണ് വന്നുള്ളത്. ഇവൻ്റെ ഒരു ബൈറ്റാണ് വന്നിട്ടുള്ളത്. ഇനി SI എന്താ പറയണമെന്നുള്ളത് നോക്കണം. എന്നാലേ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം, ഇനി ഇതിൽ വല്ല ട്വിസ്റ്റും സംഭവങ്ങളും ഉണ്ടോ എന്നുള്ളത് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. സോ 3 പേര് ട്രിപ്പിൾ വെച്ച് പോണത് അത്ര വലിയ തെറ്റൊന്നുമല്ല. സോ അതിലേറെ വലിയ തെറ്റുകൾ നമ്മുടെ നാട്ടിൽ എത്രങ്ങാനും നടക്കുന്നു. എന്നിട്ട് ഈ ഒരു ചെറിയ കേസിന് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ നമ്മൾ നാട് എങ്ങടാ പോണേ? ആ SIക്ക് ആരാ അധികാരം കൊടുത്തേ ഇങ്ങനെ ഒരാളെ കൈയൊക്കെ തല്ലി ഒടിക്കാനൊക്കെ ഉള്ളത്? സോ നമ്മൾ നാട്ടിൽ എത്രങ്ങാനും തെറ്റ് സംഭവിക്കുന്നു. അവരൊന്നും ഇങ്ങനെ ചെയ്യില്ല. അവരൊക്കെ ഇതാക്കിയിട്ടാണ് വണ്ടിയിൽ വിലങ്ങൂട്ട് കൊണ്ടുപോകണത്, ഒരു അടിയോ ചവിട്ടോ ഒന്നും കൊടുക്കാതെ. സോ ഓക്കെ, ഇതിൻ്റെ കൂടുതൽ റിപ്പോർട്ടും കാര്യങ്ങളും പുറത്ത് വരട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതിലേക്കും